ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ സഫൻ ഷെഫ്. നമ്മൾ പുതുതായി തുടങ്ങിയ യൂട്യൂബ് ചാനലായിരുന്നു. ഇന്നലെ ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്തിരുന്നത് നോർമൽ കിച്ചൺ ഡേ ആയിരുന്നു. ഇന്നും അതുപോലെ തന്നെ നോർമൽ കിച്ചൺ ഡേ ആണ് കേട്ടോ ഗൈസ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പുട്ടും പഴവുമാണ് കേട്ടോ ഗൈസ് നമുക്കിന്ന് ഫുഡ്. നമുക്കിപ്പോൾ ഗോതമ്പ് പുട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റായ ഗോതമ്പ് പുട്ടാണ് ഗൈസ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനിടയിൽ നമ്മൾ പച്ചക്കറികളായിരുന്നു വെച്ച് മാങ്ങ, തക്കാളി, മുരിങ്ങയ്ക്കേണ്ടത് കുഞ്ഞായിട്ടായിരുന്നു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പണി നോക്കാം. കണ്ടില്ലേ ഗൈസ്, നല്ല പുട്ടും പഴവും ഉണ്ട് ഗൈസ് കഴിക്കാനുള്ളത്. അതിന് മുന്നേ നമുക്ക് അടുപ്പത്തോട്ട് വെക്കാനുള്ളത് വെച്ചിട്ട് വരാം. അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ, തക്കാളി, മുരിങ്ങയ്ക്ക ഇതിലോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചെറിയ എരിവിന് വേണ്ടി നമ്മൾ സാധാരണ മുളക് പൊടിയാണ് നമ്മൾ ആദ്യം ചേർത്തത്, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഗൈസ്. പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കാം. എന്നിട്ട് നമുക്ക് കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ട് നമുക്കിത് ചെമ്മീനും കാന്താരിയും ഒന്ന് ചൂടാക്കി എടുക്കാം. ഉണക്ക ചെമ്മീനും കാന്താരിയും ചൂടാക്കി കടുമുരിക്ക് വേവിക്കാൻ വെച്ചതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് വെക്കേണ്ടത്, കൂട്ടിയിടരുത്. അതിലേക്ക് കുറച്ച് ഉണക്ക ചെമ്മീനും കൂടി ഇടിച്ചത് ചേർത്ത കാന്താരിയും ചെമ്മീനും ഉപ്പും പുളിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയിൽ ചതച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചെയ്തേക്കുന്നത് നമ്മൾ ഉച്ചക്കത്തേക്ക് ഊണ് റെഡി ആയിട്ടുണ്ട്. ചോറ്, പപ്പടം, കാന്താരിയും ചെമ്മീനും ഉള്ളിയും മുളകിട്ടത്, പൻപയറ്, മീൻകറി, പിന്നെ നമുക്ക് മുരിങ്ങയൊക്കെ മാങ്ങയും തക്കാളിയൊക്കെ ഇട്ട് ചാറാക്കിയാണ്ട് ഉണക്ക ചെമ്മീനൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു കറിയാണ്ട് ഉച്ചക്ക് കൂട്ടാൻ പറ്റും നല്ലൊരു കറിയാണ്. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തതെല്ലാം ചേർന്നിരിക്കുക. വാപ്പ വന്നപ്പോൾ കുറച്ച് ഇരുമ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നമുക്ക് ഇന്ന് അച്ചാറിടാം കേട്ടോ ഗൈസ്. നമ്മൾ അതിന് വേണ്ടി ഇരുമ്പുള്ളി അച്ചാറിന് വെക്കാൻ പറ്റിയ രീതിയിലാക്കിയിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമുക്കൊരാവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് അച്ചാറുണ്ടാക്കാം. കമോൺ ഗൈസ്, നമുക്ക് ഈസി അച്ചാറാണ് ഉണ്ടാക്കുന്നത്. പാനിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടിയ ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില നന്നായിട്ടതും ഇട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിട്ടെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള പൊടികൾ തയ്യാറാക്കാം. അച്ചാർ പൊടിയും മുളക് പൊടിയാണ് കാര്യം നമ്മൾ അതിലാട്ടായി തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഇരുമ്പും പുളിയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആ മൂത്ത് വന്നതിലോട്ട് നമുക്ക് അച്ചാർ പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ആയതിനു ശേഷം നമ്മൾ ഉപ്പും ഇട്ട് വെച്ചില്ലേ ഇരുമ്പും പുളി, അതെടുത്ത് നമുക്ക് അതിലോട്ട് വെച്ച് നന്നായിട്ടൊന്നും എല്ലാം കൂടി യോജിപ്പിച്ച ശേഷം ഒരിച്ചിരി നമുക്ക് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇത്തിരി ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതൊക്കെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കതിലേക്ക് ഇച്ചിരി കായപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള വിനാഗിരിയും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടായതിനു ശേഷം കേട്ടോ നമുക്കിതൊക്കെ മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഇരുമ്പുള്ളി അച്ചാർ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെയാണ് റെസിപ്പി ഇത്. എന്നിട്ട് നമുക്ക് ബൗളിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഒരു കുപ്പിയിലേക്ക് നമുക്ക് അച്ചാർ ഉപ്പിലേക്ക് മാറ്റാം. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഇരുമ്പുള്ളി അച്ചാർ തയ്യാറാക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.